ഹോട്ടൽ ടാസ്ക് അട്ടർ ഫെയിലിയർ ആണെന്ന് പവർ ടീമിനെ വിളിച്ച് ബിഗ് ബോസ് തന്നെ പറഞ്ഞു. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ബിഗ് ബോസിന്റെ കൾട്ട് ടാസ്ക് ആണ് ഈ ഹോട്ടൽ ടാസ്ക്. അത് ഇത്രയും വൃത്തികേടായിട്ട് പെർഫോം ചെയ്തൊരു സീസൺ ഇന്നേ വരെ ഉണ്ടാവില്ല. സോ ഇവരൊക്കെ പേഴ്സണൽ ഗ്രഡ്ജും അതുപോലെ തന്നെ പഴയ ഇഷ്യൂസ് ഒക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ട് പെർഫോം ചെയ്യണേ. എത്രയും നന്നായി പെർഫോം ചെയ്യുക, പോയിന്റ്സ് എടുക്കുക, അതേപോലെ തന്നെ പവർ ടീമിൽ കയറാൻ നോക്കാതെ. ജാസ്മിൻ ആണെങ്കിൽ ഓണേഴ്സ് പറയുന്നത് ഗസ്റ്റ് ആണ്. അതേപോലെ തന്നെ പവർ ടീം ആണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നാണ് പവർ ടീമിന്റെ വിചാരം വന്നത്. അവരാണ് വെച്ച് ഗ്രഡ്ജും ഇതൊക്കെ വെച്ച് അവിടെ പോയി പണിയെടുക്കുക, ഇവിടെ പോയി പണിയെടുക്കുക. അതിന് പറ്റിയ ഒരു ക്യാപ്റ്റനും ഉണ്ട്, കോമാളി ക്യാപ്റ്റൻ. 5 രൂപ കൊടുക്കണ കീ കൊടുക്കണ ഒരു ബൊമ്മ. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കണ്ടിട്ടുണ്ട് HR പറയാം അവിടെ പോയി പണിയെടുക്കടി, ഇവിടെ പോയി പണിയെടുക്കടി. അങ്ങനെ പറഞ്ഞ വെച്ചാൽ 2ാമത്തെ ദിവസം ഹോട്ടലിൽ തല്ലിപ്പൊളിച്ച് അവരവർ പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ സായിയുടെ ടീം ഈക്വലി റെസ്പോൺസിബിൾ ആണ്. സായിയുടെ വിചാരം എന്താണ്, ഇങ്ങനെ ചെയ്ത അഖിൽമാരാർ കഴിഞ്ഞ സീസണിൽ ചെയ്ത പോലെ ഒരു സപ്പോർട്ട് കിട്ടുന്ന സായി ശരിക്കും സ്വയം ഒരു കോമാളിയായി മാറണമെന്ന് മാത്രമേ പറയണു. പവർ ടീമിനെ പറ്റി പറയണം വെച്ചാൽ ആദ്യം കയറിയ സമയത്ത് വെച്ചാൽ 5 രൂപയൊക്കെ പൊളിച്ചടുക്ക്. 5 രൂപ നേരെ ഒരു പരദൂഷണ കമ്മിറ്റി ആയി ടീം വെച്ച് ഋഷിയിലോട്ട് മെല്ലെ മെല്ലെ ഇഞ്ചക്ട് ചെയ്ത് വിടാം. ഋഷി